നമ്മളേതായാലും വന്ന് നിന്നത് ഒരു നല്ലൊരു സ്ഥലത്താണ് പോകുന്നത്. നമ്മളെ ഒരു ചെറിയ ചുരം കയറാൻ പോവാണേ. ഓ ഉഷാറായി, എല്ലാം കൂടെ ഒരുമിച്ച് പറയുവാണോക്കെ. വെൽക്കം ബാക്ക്, ഷെബിയാണേ. അപ്പോൾ ഇന്ന് പുതിയ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. എന്താ പറയുക, ഇന്നത്തെ യാത്രക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഈ പച്ചപ്പും ഹരിതാവൊക്കെ ചേർന്നിട്ടുള്ള ഒരു നാട്ടിലേക്കാണ്. ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും ഇപ്പം എങ്ങോട്ടാന്നുള്ളത്. അവിടെ തന്നെ നമ്മൾ പാലക്കാട്. അപ്പോൾ പാലക്കാട് പോകണേ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഞാനുണ്ട്, അതുപോലെ നമ്മളൊരു ചങ്കുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാൾക്കാരും അവിടെ കൂടി പോവാണ്. നോക്കാം, എന്നാ പോവാം. ക്ലൈമറ്റ് ഇപ്പം അത്യാവശ്യത്തിന് മോശമാണ്. കാരണം വെയിലും ഇല്ല, എന്നാൽ മഴ ഉണ്ടോ വെച്ചാൽ അതുമില്ല. ഇവിടെ കല്യാണ്ടില്ലേ, പക്ഷെ ആ ചാടി ചോർത്ത ഇവിടെ നിന്ന് ആരും കാണാത്ത ചോറിച്ച് പോയാൽ മതിയെന്ന്. അതെ, VIP കല്യാണമാണ്. അപ്പോൾ ഒരാളിപ്പോൾ പറയാതെ കയറി ചെന്നാലൊന്നും പറയുന്നില്ല. അലനല്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, മഴ ഇങ്ങനെ വന്നു എത്തിയില്ല എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. സമയം ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. അല്ല, ഇവിടെ നമ്മൾ ഫുഡ് വാങ്ങുന്നത് നമ്മളെ യാത്രയിൽ എന്താ പറയുക, ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോവാണ്. നമ്മൾ കൊണ്ടുപോയിട്ട് അവിടുന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. ഒരു വെറൈറ്റി വേണ്ടേ, എന്ന് നമ്മൾ ഹോട്ടലിൽ കയറി വെച്ച രസം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടുന്ന് 12 മണിയായി, കുറച്ച് എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി യാത്രയാണ്. എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. നമ്മളെ കുമരമ്പത്തൂരെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേക്ക് കയറാൻ പോവാണ്. അപ്പം ഇനി ഇതുവരെ കട്ട റോട്ട് കൂടെ വന്നിട്ട് ഇനി അങ്ങോട്ട് നല്ല റോട്ട് കയറുമ്പോൾ അതൊരു സുഖം ഉണ്ടല്ലോ. അപ്പം ഇനി നല്ലൊരു അടിപൊളി ഡ്രൈവ് ആസ്വദിച്ചുള്ള ഒരു യാത്രയാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് കേൾക്കാരും വലിയ തിരക്കൊന്നുമില്ല. അവിടെ മല ഇങ്ങനെ കാണുന്നുണ്ട്. ശരിക്കും മല കൂടെ ആ മറ്റേതേ കാര്യം പക്ഷിമകത്തിന്റെ ഭാഗമല്ലേ, മറ്റേ സൈലന്റ് വാലി. വെറുതെ അവിടെ നിന്ന് കയറിയ എന്താല്ലേ ഇപ്പത്തെ ക്ലൈമറ്റ് ഒരു ഉഷാറില്ലാതായി. നമ്മളിങ്ങനെ നല്ല നമ്മൾ വിചാരിച്ചത് നല്ല വെയില്, എന്നിട്ട് ആ പച്ചപ്പൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ നമ്മൾ വിചാരിച്ചത്, പക്ഷെ നടന്നത് ഇങ്ങനെ കഷ്ടം. മണ്ണാർക്കാടിന്റെ മണ്ണിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര പോവാണ്. അതിന്റെ ഇടയിൽ മുന്നിലേക്ക് ഒരാൾ കയറി വന്നു. ഇനിയിപ്പോ ഒരാൾ വന്നാൽ ഞാൻ അതിന്റെ ബാക്ക് കൂടെ ഇങ്ങനെ വരുമല്ലോ, ഒരു പേരല്ലാതെ. എന്ത് മണ്ണാർക്കാടിന്റെ ആ ഒരു ഭംഗി. ക്ലൈമറ്റ് ബോറാക്കി, വേറെ ഒന്നുമല്ല, ഈ ക്ലൈമറ്റ് ആകെ ചടപ്പിച്ച്. ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു വണ്ടി എടുക്കും. ഞാനും ഒരു ദിവസം ഇതുപോലെ ഒരു വണ്ടിയിൽ നമ്മളൊരു ദിവസം യാത്ര ചെയ്യില്ല. പിന്നെന്താ, അവിടെ ഒരു മലയും കൂടി ഉണ്ട്. ആ മല ഏതാണ്, എന്താ പേര്, അതൊന്നും ചോദിക്കരുത്, അതൊന്നും എനിക്കറിയില്ല. നമ്മളെ ഒരു ചെറിയ ചുരം കയറാൻ പോവാണേ കേട്ടോ. നല്ല രസമല്ലേ. ഇനി ഇങ്ങനെ എന്താ പറയാ, ഓരോ മലനിരകൾക്കിടയിലൂടെ ആയിരിക്കും ഇനി നമ്മുടെ യാത്ര. നല്ല രസമുണ്ടല്ലേ. അത് ഒരു ആനവണ്ടി നോക്കി, ഇതൊന്നിപ്പോ പൊലിവല്ലാതെ ഇരിക്കണം. ഇപ്പോ രസത്തില് ഇതൊക്കെ എന്താ വെറുതെ സോളാർ എടുത്തിട്ട് എനിക്ക് പൊക്കി കൊടുക്കേണ്ടില്ല, എല്ലാം എനിക്കടുത്ത് വ്യൂ കിട്ടൂല. അതായത് പശ്ചിമഘട്ടത്തിൽ പെട്ടിട്ടുള്ള മലകളാണ് അവിടെ കാണുന്നത്. ഏതാ റോഡില്, റോഡൊരു മുതലാണ്. നമ്മളിങ്ങനെ പോകുന്നതനുസരിച്ച് മലകളൊക്കെ ഇങ്ങനെ എടുത്തോട്ട് വരികയാണ്.
നമ്മള് എന്താ പറയാ, എന്തായാലും ഫുഡ് കൊണ്ടുപോകണല്ലോ. അപ്പൊ നമുക്ക് വെള്ളക്കുപ്പി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയത്. അപ്പൊ ഇനി വെള്ളക്കുപ്പി വാങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്കി യാത്ര ചെയ്യാം. ഇതൊക്കെയാണ് റോഡ്. റോഡറിയാം. മൂത്രിക്കാൻ വേണ്ടിട്ട് നമ്മള് എന്താ പറയാ പമ്പിന് നിർത്തിയാണ്. എന്താ ചെയ്യാ, ഇതില് ബാത്റൂമില് വെള്ളമില്ല. ഓരോ കഷ്ടപ്പാടുകളാണെങ്കിൽ ഇതൊക്കെ. ഭാരത് പെട്രോളിയാണിത്. നമ്മള് യാത്രയില് ഒരു കാര്യം എന്താ ശ്രദ്ധിച്ച വെച്ചാല്, ഈ റോഡിലൊക്കെ അധികം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം 2-3-4 ലൈറ്റ് കൂടുതലുണ്ടാവും. കാരണം പറഞ്ഞാല് ഈ ബസ്സൊക്കെ വരുമ്പോ സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ട്രാക്ക് ഈ റോഡിൽ കൊടുത്തിന്. നമ്മളധികം എന്താ പറയാ കാണാത്തൊരു സംഭവങ്ങളാണത്. പുറം രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമ്മളിവിടെ ഏറ്റവും അധികം കാണില്ല. ഇവിടെ അങ്ങനൊക്കെ ഉണ്ട്. ബസ് നിർത്താനായിട്ട് ബസ്സിനായിട്ടൊരു ട്രാക്കൊക്കെ ഉണ്ട്. നല്ലൊരു കാര്യമാണത്. എന്തായാലും റോഡിന്റെ ഒരു വീതി. നമ്മൾ ഓരോ ദൂരം പോകുമ്പോഴും ഭംഗിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആ ക്ലൈമറ്റ് മോശമായിരുന്നുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. വലിയ മലനിരകളാണ്. നമ്മൾ ഈ എന്താ പറയാ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നില്ല. ഇതവിടെ കാണുന്നുണ്ട്. മലകളാണ് കാണുന്നത്. മുന്നിലും കാണുന്നുണ്ട്. മഴ ചാറിട്ട് തുടങ്ങിയത്. നമ്മളിനി അവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഏകദേശം മഴ ചാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോക്കസ് ഭാഗത്ത് മഴ ചാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴക്കാരം. അതെനിക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഈ ഫുഡോടെ ഉഷാറാവൂലേ? വണ്ടി തന്നെ ഇരുന്ന് കഴിക്കാം. ഇവിടെ പൂരം നടക്കണ്ടേ. ആനകളുണ്ടോ എന്ന് ചോദിച്ചാൽ ആന കൊടുന്ന വണ്ടി നമ്മളവിടെ കണ്ട്. ആന അതാടോ ആന. 2-3-4 അല്ല 2 ആന. 2 ആനകളുണ്ട് അവിടെ. നമ്മളെ മലകളൊക്കെ തൊട്ടടുത്തെത്തിട്ടോ. ആ മലന്റെ മുകളിലേക്ക് നമുക്ക് കയറണം. നടക്കൂല. മൂത്രയിൽ കണ്ടിട്ട് നിർത്തിയാണ്. ഇവിടെ ഒരാളിത് ചൂണ്ടിട്ടോടെ ഇരിക്കണേ. ഇയാൾക്ക് ഇന്നേലും മീൻ കിട്ടുക പോലെ. അങ്ങനെ നമ്മള് വീണ്ടും എന്താ പറയാ ഹൈവേയിലോട്ട് കയറി. ഇനിങ്ങനെ പോവാ വെറുതെ. മൂത്രയ്ക്കാൻ വേണ്ടി നിർത്തിയാണ്. ഈ പമ്പ് ഉഷാറായിന്. മുന്നത്തില് കുറച്ച് ചെറിയ എന്താ പറയാ വെള്ളമില്ലാത്ത ഇതുണ്ടേനി, പ്രോബ്ലം ഉണ്ടേനി. ഇപ്പോൾ ഏതായാലും വന്ന് നിന്നത് ഒരു നല്ലൊരു സ്ഥലത്താണ് പോകുന്നത്. വലിയ മലകൾ നമുക്ക് അവിടെ കാണാം. ഇവിടെ എന്താ പറയാ പാടങ്ങളാണ്, നെൽപ്പാടങ്ങളാണ്. കൊയ്തെടുത്ത് പോവാണ് തോന്നുന്നുണ്ട്, കൊയ്യാണ് തോന്നുന്നത് കേട്ടോ. ഇതിന്റെ ഒരു പച്ചപ്പ് കാണാനാണ് ഇപ്പൊ നമ്മള് പോണത്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. നല്ല സ്ഥലം കേട്ടോ, നല്ല വ്യൂ ഉണ്ട് ഇവിടെ. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളെ ചെക്കൻ നിൽക്കണ നോക്കിയോടെ എന്താല്ലേ. ഇതൊരു അടിപൊളി സ്ഥലം കേട്ടത്. മലനിരകളാണ് ആ കാണുന്നത്. ഇതൊക്കെ മോൾക്ക് റോഡുണ്ടാവും. കളിപ്പാട്ടങ്ങൾ കൂടുതലാണ്. കച്ചവടക്കാർ കൂടുതലുണ്ട് ഇവിടെ. കണ്ടോ മറ്റേ ജീപ്പ് ഉണ്ടല്ലോ അവിടെ. ഈ കച്ചവടക്കാരാണ് ഇവിടെ അധികം ഉള്ളത്. കണ്ടോ ഇവിടെ ധാരാളം. ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പറിയുന്ന കളിക്കുന്നുണ്ട് നിങ്ങള്. നമ്മളിപ്പോ ടൗണിലെത്തി. ഇനിയിപ്പോ ഇവിടുന്ന് എന്താ പറയാ കൊല്ലങ്കോട് പോകണം. എന്നാലേ നമ്മള് വിചാരിച്ച ആ ഒരു സ്ഥലം കാണാൻ പറ്റുള്ളൂ. അപ്പൊ കൊല്ലങ്കോട്ടേക്ക് ഇനി നമ്മൾ പോണത്. ഏകദേശം ഇവിടുന്ന് ഒരു 28 കിലോമീറ്ററോളം നമുക്ക് ഇനിയും പോകേണ്ടതായിട്ടുണ്ട്.
പാലക്കാട് ടൗണൊക്കെ ഇപ്പോൾ എത്തിയില്ല കേട്ടോ. അങ്ങോട്ട് ഇനിയുണ്ട് ഒരു 3-4 കിലോമീറ്റർ ഇനി ഉണ്ടാകണ്ട്. ഇതാണ് റോഡ് എന്ന് പറഞ്ഞാല് ഹൈവേ ഉണ്ടത്. നോക്കുന്നത് നേരെ നല്ല സ്ട്രെയിറ്റ് റോഡ്. റോട്ടില് ഫുള്ള് വേസ്റ്റ് നടത്തി വെച്ചു കേട്ടോ. വേസ്റ്റ് പറഞ്ഞാല് 2 സൈഡിലും. ഇതുകൊണ്ടൊക്കെ അവർക്ക് എന്താ കിട്ടണതാവോ. നമ്മളത് മലപ്പുറത്ത് മാത്രല്ല പാലക്കാട് ഉണ്ട് കേട്ടോ. മലപ്പുറത്ത് മമ്പുറം, ഇത് മമ്പറം. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. ശരിക്കും ഒരു നാട്ടുമ്പുറത്ത് കൂടെ ഇനിയിപ്പോ നമ്മള് പോയിക്കൊണ്ടിരിക്കണത്. ഒരു കാടിന്റെ ഉള്ളിൽ കയറുന്നാണ് നമ്മളെ മാപ്പ് പറയുന്നത്. ഏതാണ് ആ കാട് നോക്കണം നമുക്ക്. എന്താലേ നെൽപ്പാടങ്ങൾ ഇങ്ങനെ നെല്ലിങ്ങനെ പൊത്തിച്ച് കിടക്കണെന്ന് അറിയില്ലേ. ഓരോ മീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഫുഡ് വാങ്ങണം എന്നൊക്കെ കരുതി ഇങ്ങനെ നിന്നപ്പോ ഫുഡ് വാങ്ങാൻ ഞങ്ങൾ മറന്നുപോയി. ഇനി എന്താ ചെയ്യാ, പോണ വൈക്ക് എന്തെങ്കിലും ഹോട്ടൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. മാപ്പിൽ ഇതൊക്കെ ഫോറസ്റ്റ് ആണെന്ന് കാണിക്കണേ. ഇത് മൊത്തം നാട്ടുമ്പുറല്ലേ. ഇവിടെ കാടില്ല. ഞാൻ പറഞ്ഞാൽ നെൽപ്പാടങ്ങളുണ്ട് പോലെ. കേട്ടോ, പച്ച പുതിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങൾ. അതിന്റെ നടുവിലൂടെയാണ് ഈ റോഡ്. അത് വേറെ രസം. ഒരു ബസ് തന്നെ നോക്കിയില്ല. നെൽപ്പാടങ്ങളാണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് നോക്കിയാനായിട്ട് കാണാം. അവിടെ കുറേ കൊക്കുകൾ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ആ കാണുന്ന വെള്ളം മൊത്തം കൊക്കുകളാണ്. ഇതൊരു പ്രത്യേക ഭംഗിയില്ലത്. ഇപ്പോഴും കൊല്ലങ്കോട് എത്തിയിട്ടില്ല കേട്ടോ. അങ്ങോട്ട് ഇനിയും കുറേ ഓടാനുണ്ട്. ഓ, അത് ഉഷാറായി. എല്ലാം കൂടെ ഒരുമിച്ച് പറയുവാണോക്കി. എന്ത് സത്യം പറഞ്ഞാല് ഈ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പാലക്കാട് വരെ വരേണ്ടി വന്നു എന്നർത്ഥം അല്ലേ. അപ്പൊ നമ്മൾ അവിടുന്ന് കയറി ഇനിയിപ്പോ നേരെ അടുത്ത സ്പോട്ടിൽ പോവാണ്. നമ്മള് കൊല്ലങ്കോട് ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ. അവിടുന്ന് ഇനിയുണ്ട് ഏകദേശം ഒരു 13-14 കിലോമീറ്ററോളം ഇനിയുണ്ട്. അങ്ങനെ ഒരു ഹോട്ടൽ അവസാനം കിട്ടി. നമ്മൾ ഫുഡ് വാങ്ങി നമ്മൾ പോവാണേ. നേരെ തിരിച്ചു പോവാണ്. നല്ല കുറച്ച് സ്ഥലം എന്താ ഭംഗിയൊക്കെ. 2 സൈഡും ഇതുപോലെ ഒരു സൈഡായി ഇങ്ങനെ എന്താ പറയാ നെൽക്കതിരുകൾ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ എല്ലാ റോഡും അത് പ്രത്യേക രസമായിട്ട്. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനും ഒരു ചെറിയ പ്രത്യേകതകളുണ്ട്. ഇവിടെ അധികം ആൾക്കാർക്കും ഒരു തമിഴ് ടച്ച് ഉണ്ടാവും. ഇവിടെ നമുക്ക് ആൾക്കാരെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. മുന്നിൽ കണ്ട ഒരു മല, ആ മലയിൽ കണ്ട് എത്തണില്ല. റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം നമ്മള് എന്താണ് കൽപ്പങ്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെ ഒരു നാട്ടുമ്പറാണ്. കണ്ടില്ലേ, ഒരു ചെറിയ റോഡ്. 2 സൈഡിലും ഇതുപോലെ എന്താ പറയാ നെൽപ്പാടങ്ങളാണ്. അതുപോലെ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ വലിയ വലിയ മലകൾ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും.